വർഷവും സുധിയേട്ടന്റെ ബർത്ത്ഡേന്റെ ട്രിപ്പ് നമുക്കൊരു മൺസൂൺ യാത്രയാവാറാണ് പതിവ്. ഇത്തവണ അതുപോലെ തന്നെയാണ്, നല്ല മഴയാണ്. അപ്പം വയനാട്ടിലെ തന്നെ ഒരു അതിമനോഹരമായ ഒരു റൂട്ടിലൂടെ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ യാത്രയുടെ കാഴ്ചകളും വഴിയിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളും ചില സ്പോട്ടുകളൊക്കെ നമ്മൾ വീഡിയോയിലെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു സ്പോട്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ ഒരു ലൊക്കേഷനിലേക്കുള്ള യാത്ര ഒരു കിടിലൻ ഫീലാണ് നമുക്ക് തരുന്നത്. വഴിയെന്ന് പറയുന്നത് അടിപൊളി ഒരു റൂട്ടാണ്. ചെറിയൊരു മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ശുദ്ധജല വെള്ളച്ചാട്ടമായിട്ടുള്ള ഈ ഇരിപ്പ് ഫാൾസ് അതിൻ്റെ പ്രകൃതി രമണീയത കൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇത്ര ഫേമസ് ആയിരിക്കുന്നത്. നമുക്കറിയാം, കൂർഗിലെ ബ്രഹ്മഗിരി മലനിരകൾ കേരളത്തിൽ നമ്മുടെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ്. കർണാടകയിലെ ഈ കൂർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വാട്ടർഫാളാണ് ഇരിപ്പ് വെള്ളച്ചാട്ടം. ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവം. അതുപോലെ ലക്ഷ്മണ തീർത്ഥ നദിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ലക്ഷ്മണ തീർത്ഥ വെള്ളച്ചാട്ടം എന്നുകൂടി അറിയപ്പെടുന്നത്. ഇവിടം വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ സമയമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പീക്ക് ടൂറിസ്റ്റ് സമയം ഒക്ടോബർ ടു മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. പിന്നെ എല്ലാ സമയത്തും ഇവിടെ ആളുകൾക്ക് എൻട്രി ഉണ്ട്, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ചധികം ഉള്ളോട്ടേക്ക് പോയിട്ട് ഒരു എക്സാക്റ്റ് റിമോട്ട് ഏരിയ പോലെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അധികം വലിയ ഷോപ്സ് ഒന്നുമില്ല, ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ. പിന്നെ അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം കുറേ അധികം വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയനോട് ചേർന്ന് തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം, കുറച്ച് നടന്നിട്ടാണ് നമ്മുടെ ഈ വാട്ടർഫാളിലേക്ക് എത്താൻ പറ്റുള്ളൂ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. മുതിർന്നവർക്ക് 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ 10 രൂപയോ അങ്ങനെ എന്തോ ആണ് വാഹനത്തിനുള്ള പാർക്കിംഗ് ചാർജ് വരുന്നത്. നമ്മളുള്ളത് ഇരിപ്പ് വാട്ടർഫാൾസിലാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ അടിപൊളി ഒരു വാട്ടർഫാൾ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കാണണമെന്ന്. പിന്നെ നല്ല ഹെവി റെയിനുള്ള സമയത്ത് നമ്മൾ ആ വാട്ടർഫാൾ കാണാൻ വേണ്ടി കയറി പോകുന്ന സ്ഥലത്ത് സ്റ്റെപ്പിലൂടെ വെള്ളം ഒഴുകിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ് ശരിക്കും. പക്ഷെ ചെറിയൊരു മഴയുള്ള സമയത്ത് വന്നാലാണ് കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവുള്ളൂ. ഇത് മാത്രമല്ലാണ്ട് കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ആൾക്കാർക്ക് വിശ്വാസം കൂടിയുള്ള ഒരു ഏരിയ ആണിത്. രാമനും സീതയും ലക്ഷ്മണനും രാവണനൊക്കെ ആയിട്ട് കണക്ട് ആയിട്ടുള്ള ആ പുരാണവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇതാണ് ആളുകൾ വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ ചന്തുവിന്? മഴ ഇവിടെ എന്നല്ല, ഏത് വാട്ടർഫാൾ ആണെന്നുണ്ടെങ്കിലും അതിന് നമുക്ക് അതിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു മൂഡിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത് മഴക്കാലത്ത് തന്നെയാണ്. പക്ഷെ മഴക്കാല സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ഈ വാട്ടർഫാളിലേക്കുള്ള നടക്കുന്ന വഴിയും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നടന്നു പോകുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വേണം നടന്നു പോകാനൊക്കെ. പാറകളും ഒക്കെ ചവിട്ടുന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അത് ഇവിടെയെന്നല്ല എവിടെയാണെന്നുണ്ടെങ്കിൽ.
കർണാടകയിലെ വീരാജ്പേട്ടയിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഇരുപ്പു ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയനാട് മാനന്തവാടിയിൽ നിന്ന് കുട്ട വഴിയാണ് എത്താൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാട് മാനന്തവാടിയിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കേരളത്തിലെ സ്ഥലമാണെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനൊക്കെ നേരത്തെ ഇത് കേരളത്തിന്റെ ഭാഗമാണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കേരളത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് അതിഗംഭീരമായിട്ട് പതിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ശരിക്കും ഒരു അവിസ്മരണീയമായ കാഴ്ച തന്നെയാണ്. നീണ്ട നടപ്പാതയും അതുപോലെ തന്നെ ഇടയ്ക്കുണ്ടായിരുന്ന സ്റ്റെപ്പുകളൊക്കെ ചവിട്ടി കയറി നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ട ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലായിട്ട് 1-2 വ്യൂ പോയിന്റുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലാറ്റ്ഫോം പോലെ തന്നെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ബെഞ്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇരുന്ന് കുറച്ചു നേരം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കും. ഇത്രയധികം മഴയായിട്ട് പോലും നിരവധി ടൂറിസ്റ്റുകളാണ് ഡെയിലി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നത്. വിസിറ്റ് ചെയ്യുന്നവർക്ക് മാസ്മരികമായിട്ടുള്ള ഒരു ഭംഗി പ്രതിദാനം ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഇരുപ്പു ഫാൾസ്. അതുകൊണ്ട് തന്നെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ദക്ഷിണേന്ത്യയിൽ എന്ന് തന്നെ പറയാം നമുക്ക്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാഫല്യമായതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൺസൂൺ കാലത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു അനുഭൂതിയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് വാട്ടർഫാളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്.